റമദാൻ കാത്തിരിക്കാൻ നേരത്തെ എമ്പുരാൻ പോയി കാണണമെന്നുള്ള നീയത്തിൽ ഇപ്പോഴേ എത്തിക്കാഫായിട്ടിരിക്കുന്ന കൗമുണ്ട്. അള്ളാഹു മുളക്കാക്കട്ടെ. അതിന് ട്രീസർ ഇറങ്ങി ഞാൻ കണ്ടു തീർന്നാൽ മതി. റാഹത്ത് റമദാനിൽ ഇറങ്ങുന്ന എന്നാ പിന്നെ നേരത്തെ തന്നെ കണ്ടോണം. നമ്മുടെ കൗമ തന്നെ കാണാനും പോകും. പെരുന്നാളൊന്നും ആവണ്ട, നേരത്തെ എപ്പോ റിലീസ്, ഓരോ പടങ്ങൾ റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ. റമദാൻ 1-ന്റെ അന്ന് റിലീസ് ചെയ്യുമോ പുതിയ പടം? ചെയ്യത്തില്ല. എന്താ കാരണം? നമ്മുടെ കൗമ വരണം, എന്നാലേ വിജയിക്കുള്ളൂ. 500 കോടി 50 കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം. കാക്ക വരണം, കുടുംബസമേതം വരുന്നാലേ റാഹത്താവും. അതുകൊണ്ട് പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് നല്ല ദിവസം നോക്കിയിട്ടുള്ളൂ, വെള്ളിയാഴ്ച ദിവസം. കാരണം ജുമാ മുടക്കിയിട്ട് നല്ല ശൈത്താൻ, ഏറ്റവും കൊടിയ ശൈത്താൻ വരുന്നുണ്ട്. അവൻ വരുമ്പോ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം റിലീസ് വെച്ചിരിക്കുന്നത്. അല്ലാതെ പടം റിലീസ് ചെയ്യുന്നവര് ജുമാ ദിവസത്തിന്റെ മഹത്വവും പോരിശയും മഹത്വമാക്കിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ റിലീസ് ചെയ്താണോ? അങ്ങനെയാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെരുന്നാളിന് അന്ന് റിലീസ്. കാരണം എന്താ? പെരുന്നാൾ ആഘോഷിക്കല്ല, മറിച്ച് നല്ല കൗമ വരാണ്ട്. നമ്മുടെ കൗമ വന്നെങ്കിലേ എല്ലാം വിജയിക്കുള്ളൂ. 50 കോടി 500 കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്കായും പിള്ളേരും വരണം, താത്താക്ക് വരണം. താത്താക്ക് ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ട് സിനിമ കണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ അഭിനയം, എന്റെ മകൻ ഇത്രയും നല്ലപോലെ അഭിനയിച്ച് അടുത്തൊന്നും കണ്ടിട്ടില്ല. പർദ്ദ ധരിച്ച താത്ത പറയുക, നരയിച്ചു വെക്കും. അള്ളാഹു കാക്കുമാറാവട്ടെ. ഇതാണ് ലോകം. മുമ്പ് സിനിമ കാണാൻ പോകുന്നവർ ഒളിച്ചും പാത്തും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ക്യാമറ കാണുമ്പോൾ അതിന്റെ മുന്നിലേക്ക് വന്നിട്ട് അസ്സലാമു അലൈക്കും, നല്ല പടമാണ്, എല്ലാവരും കുടുംബസമേതം പറയണം, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കോമായി മാറി. മുമ്പ് ഈ ക്യാമറ കാണുമ്പോൾ ഒളിച്ചു പോവായിരുന്നു. അപ്പൊ അതിന്റെ മുന്നിൽ കൂടെ പോയിട്ട് ആയത്തല്ലേ ത്യാത്ത കാണിച്ചിട്ട് പോകും. കുറെ പേര് ആറാട്ടന്റെ ഫാൻസാണ്. അവനെ ഓടിച്ചപ്പോ ഇപ്പൊ കുറെ പേർക്ക് വിഷമമുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു തൗബ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഹറാമുകൾ കണ്ടവരാൻ, സിനിമയും സീരിയലും അശ്ലീലതകളും ഒക്കെ കണ്ട മോമിനീങ്ങൾ, റീൽസുകൾ കണ്ടവർ, മോശപ്പെട്ട വീഡിയോകൾ കണ്ടവർ എത്രയോ ആളുകളുണ്ട്. ഒക്കെ പടച്ചറബിലേക്ക് ഏറ്റുപറയേണ്ട സമയമാണ്. നമ്മളിതിങ്ങനെ കാണുന്നു, വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, പല ആളുകളും റമദാനിൽ പോലും നോമ്പ് നോൽക്കുന്നുണ്ട്, എന്നിട്ട് എത്രയോ സിനിമ ഇരുന്ന് അങ്ങനെ കണ്ടു തീർക്കുക. അങ്ങനത്തെ പരിപാടി. ഉദരം കൊണ്ട് നോമ്പ് പിടിക്കുക, വൈറലിന് നോമ്പാണ്. എന്നിട്ട് എന്ത് ചെയ്യാ? സിനിമ ഒന്ന് കയറ്റി തറാവീനെ എല്ലാം മാർക്കെങ്കിൽ മാർക്ക് എന്തെങ്കിലും വേണ്ട കയറി കിട്ടുക. എന്നിട്ടുള്ള പടമൊക്കെ കയറ്റി റാഹത്തായിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുക പകല് മുഴുവൻ. വല്ല കൂലിയുണ്ടോ? ഒരു കൂലിയുമില്ല. പുതിയ തലമുറയുടെ ട്രെൻഡ് ഇതൊക്കെയാണ്. പകലിരുന്നിട്ട് എല്ലാ വീഡിയോ ഇരുന്ന് കാണുകയാണ്. കാരണം തലേ ദിവസം ബെല്ലൈക്കൺ അമർത്തി വെട്ടി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പല ചാനലും. ഇതെല്ലാം കണ്ടിരിക്കണം. അതുകൊണ്ട് ഏത്തിക്കാഫ് ഇരുന്നിട്ട് ഫുൾ ഇരുന്ന് കാണുക. എങ്ങനെ നമ്മുടെ നോമ്പ് ശരിയാവും? നോമ്പൊന്നും സ്വീകരിക്കൂല. നിങ്ങൾ മനസ്സിലാക്കുന്നത് വയറുകൊണ്ട് കുറച്ച് പട്ടിണി കിടന്ന നോമ്പാവുന്നാണോ? അതൊന്നും നോമ്പല്ല. قال رسول الله صلى الله عليه وسلم, നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മല്ലം യദഅ ഖൗല സൂർ, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വശറാബാ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നോമ്പ് നോൽക്കുന്നതായ ചില ആളുകളുണ്ട്. അവരതാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുന്നില്ല. നോമ്പ് നോൽക്കുകയാണ്, എന്നിട്ട് സിനിമ കാണുകയാണ്, സീരിയൽ ദർശിക്കുകയാണ്, അശ്ലീലമായ ഭാഷണങ്ങൾ നടത്തുകയാണ്, ഹറാമായ സംസാരങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കുകയാണ്, ഏഷണി പറയുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുകയാണ്, അനാവശ്യ ചെയ്തികൾ ചെയ്യുകയാണ്. കാണാത്ത സിനിമകളില്ല, കാണാത്തതാകുന്ന ഹറാമുകളില്ല. ഈ രീതിയിൽ പകൽ നോമ്പ് നോൽക്കുന്ന മുസ്ലിമേ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബാ. അവന് പട്ടിണി കിടക്കുന്നതിൽ അല്ലാഹുവിന് ഒരു ആവശ്യവുമില്ല. അവന്റെ നോമ്പ് കൊണ്ട് ഒരു പ്രതിഫലവും കിട്ടുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നോമ്പ് കൊണ്ട് ഒരു കൂലി ഉണ്ടാവൂല. മനസ്സിലായിക്കോ? അതൊക്കെ പഠിച്ചു നോക്കേണ്ട വിഷയമാണ്. മിക്ക ആളുകൾ റമദാൻ വരുമ്പോ എന്ത് ചെയ്യാ? നല്ല സിനിമ ഒക്കെ കറക്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ്. എന്നിട്ട് അതെല്ലാം ഇരുന്ന് പകലിരുന്ന് കാണും. 2 സിനിമ കാണുമ്പോ റാഹത്തായി ഉച്ചയായി. അപ്പൊ പുറത്തോട്ടൊക്കെ പോയി തുപ്പിയിട്ട് പിന്നെയും വന്ന് അടുത്തൊരു സിനിമ കണ്ടു. 3 ആവുമ്പോ അസറായി. പിന്നെ നല്ല പിള്ളേരോട് ചോദിക്കും, എവിടെയാണ് ഇന്ന് ഫുഡുള്ളത്? അവരെ മയ്യത്തുംകരയിൽ. മയ്യത്തുംകര പള്ളി പണി നടക്കില്ല, അവിടെ ഇല്ല. എന്നാ അവിടെ ഇല്ല, അപ്പുറത്താ. അപ്പുറത്ത് അയക്കാവില്ല, എന്നാ അങ്ങോട്ട് പോവാ. ഫുഡുള്ള സ്ഥലത്തോട്ട് ഓടിപ്പോ. റാഹത്ത്. അവിടെ പോയി നല്ല റാഹത്തായിട്ട് ഫുഡൊക്കെ അടിച്ച് സെറ്റാകുക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കണം. ഇതായിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു.
തറാവീഹ് ആവുമ്പോഴോ തറാവീഹ് അലംതറ മുതൽ താഴോട്ട് പോകുന്ന ഖത്തീബിനെ അന്വേഷിക്കാൻ ഏറ്റവും നല്ല സ്പീഡിൽ പോകുന്ന ഖത്തീബിന് പ്രത്യേകം കുലുക്കി സർബത്ത് കൊടുക്കും. അങ്ങനെ എവിടെ ഉള്ളതെന്ന് അന്വേഷിക്കാം. അപ്പൊ പറയും ഇവിടെ ഒന്നും ഇല്ല, അതൊന്നും ഓച്ചറയ്ക്കപ്പുറത്താണ്. ഉദാഹരണം പറയാട്ടെ, ഇനി ഓച്ചറപ്പുറത്ത് പോയി അന്വേഷിക്കണ്ട. അപ്പൊ ഇവിടുന്ന് ബൈക്ക് എടുത്ത് ഒരൊറ്റ പോകാം, 3/4 മണിക്കൂർ പോയാലും കുഴപ്പമില്ല, ബൈക്ക് എടുത്തൊരു പോക്കൂ ട്രെൻഡാണ്. എന്നിട്ട് ഇങ്ങനെ കറങ്ങാം ഫുള്ള് ഷെയ്ഖോളിയുടെ അതിലെ കൂടെ ഇങ്ങനെ കറങ്ങി അവസാനം അവിടെ പോകുമ്പോ അവിടെ 10 റക്അത്ത് കഴിഞ്ഞ് റാഹത്തായി. അലന്തറ പോകുന്ന കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് ഏത് അലന്തറയാ? 11ാമത്തെ റക്അത്തിന്റെ അലന്തറയാ. 2ാമത്തെ ട്രിപ്പ് പോകുന്നത് ആയിക്കോട്ടെ. അങ്ങനെ ആ 10 റക്അത്ത് നിസ്കരിക്കുക. നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ച് എന്നിട്ട് പിന്നെ തിരിച്ചു വരിക. അല്ലാഹ് പോകുന്ന വഴിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായിട്ട് തിരിച്ചു വരിക. തറാവീഹ 20 റക്അത്ത് കിട്ടിയിട്ടുമില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. റമദാനാകുമ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡ് പരിപാടികളാണ്. ബൈക്ക് എടുത്ത് ഇങ്ങനെ കറങ്ങാം, കുറച്ച് പെട്രോൾ ഇങ്ങനെ കത്തിക്കണം, കുറച്ചിങ്ങനെ കറങ്ങണം. എവിടെ പോകാൻ ചോദിച്ചാൽ തറാവീഹ് നിസ്കരിക്കാൻ പോകും. പോലീസ് പിടിച്ചാൽ ഇത് തന്നെ വരും, തറാവീഹ് നിസ്കരിക്കാൻ പോകും. എല്ലാവരോടും പറയാനൊരു വകുപ്പായല്ലോ തറാവീഹ് നിസ്കരിക്കുക എന്ന് പറയാൻ. തറാവീഹ് ഇവന്റെ കൂടപ്പിറപ്പാണ്. ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ട് ആ തറാവീഹിന്റെ കാര്യം പറയും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു ലോകരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്ത് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ ഇതാ മഹ്ശറയിലേക്ക് ഓടുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ എത്ര ഊത്തുണ്ട്? 3 ഊതൽ. 1 നഫ്ഖത്തുൽ ഫസഅ പേടിപ്പിക്കാനുള്ളത്, 2ാമത്തേത് എല്ലാവരെയും മരിപ്പിക്കാനുള്ളത്, 3ാമത്തേത് മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന ആളുകളെയൊക്കെ പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. 3ാമത്തെ ഊത്തപ്പേ ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. നിർത്താണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ കഴിയും. ഇരിക്കൂലേ? 10 മിനിറ്റ് ഇരിക്കൂലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ജനങ്ങൾ മുഴുവനും ഖബർ പിളർന്നുകൊണ്ട് മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുകയാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ഇതാ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ നാശമേ, നല്ല ഉറക്കിലായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്? എന്തിനാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? മൻ ബഅസനാ മിൻ മർഖദിനാ. നല്ലതുപോലെ സുഖിമാമാരെ കടന്നുറങ്ങിയിരുന്ന ഞങ്ങളെ ഈ ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ഓരോ ആളുകളും ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ ഭൂമുഖത്തേക്ക് വന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് മലക്കുകൾ മുഖേന അല്ലാഹു മറുപടി നൽകുന്നത്, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും ഈ ഭൂമുഖത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തവേ, ഇനി ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ഈ ദുനിയാവിൽ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ, അതിന് പ്രതിഫലം നൽകുന്ന ദിവസമാണതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ദൃഷ്ടാന്തം നൽകിയിട്ടുള്ള ദിവസമല്ലേ?
ആ ഖിയാമത്ത് നാളാണിത്. അംബിയാ മുർസലീങ്ങൾ വാഗ്ദാനം ചെയ്ത റഹ്മാനാകുന്ന പടച്ചറബ് നിങ്ങൾക്ക് ഏതെല്ലാം നന്മ തിന്മകൾ നിങ്ങൾ ചെയ്താലും അതിന് പരിപൂർണമായി പ്രതിഫലം നിങ്ങൾക്ക് കൈപ്പറ്റാൻ ഉതകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ആ ലോകാവസാനത്തിന്റെ വിളിയാളമാണ് ഇതാ കടന്നു വന്നത് എന്ന് മലക്കുകൾ പറയുകയാണ്. അല്ലാ അല്ലാ ഇൻ കാനത ഇല്ലാ صيحة واحدة فإذا هم جميع لدينا محضرون. ഒരറ്റാട്ടഹാസമാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ആ ശബ്ദ കോലാഹലത്താൽ ലോക ജനത മുഴുവൻ ഖബറിൽ കടക്കുന്നവർ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നവരും കഴിഞ്ഞുപോയതുമാകുന്ന ജനകോടികൾ മുഴുവനും മരണപ്പെട്ട് ഖബറിൽ കടക്കവേ ഈ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ ഇതാ മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. ഫൈദാഹും ജമീഉൽ ലദൈനാ എല്ലാവരും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുകയാണ്. ഒരാൾ പോലും ഒഴിവാകുകയില്ല, ഒരാൾ പോലും മഹ്ശറയെ തൊട്ട് ഒഴിവാകുകയില്ല. എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരുകയാണ്. അല്ലാഹ് അല്ലാഹ് നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നമൻ വദഅ യദഹു അലംറഅ ലാ തഹില്ലു ലഹു ബിശഹ്വാ. ഈ ദുനിയാവിൽ വികാര വിചാരത്തോടുകൂടി അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം നടത്തിയതാകുന്ന ചെറുപ്പക്കാരില്ലേ, വീടിന്റെ അകത്തലങ്ങൾ കടന്നു ചെന്ന് അന്യ പെണ്ണാണ് അയൽവാസിയാണ്, അന്യ പെണ്ണാണ് ബന്ധുക്കാരിയാണ്, അന്യ പെണ്ണാണ് കൂട്ടുകാരിയാണ്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരി, എത്രയോ സഹോദരങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ സ്കൂളിൽ വിട്ട് കടന്നു വരുന്ന മക്കനെ ഇട്ടതാകുന്ന സഹോദരിമാരെ മടിയിൽ തടത്തിക്കൊണ്ട് ചുംബിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ കാണുന്ന അശ്ലീലതകളല്ലേ പരസ്യമായി നടുറോഡുകളിൽ, പരസ്യമായി ഒഴിഞ്ഞതാകുന്ന കടമുറികളിൽ, ബീച്ച് റോഡുകളിൽ, അഴീക്കൽ ബീച്ചിലടക്കം വർക്കല ബീച്ചിലടക്കം ഈ അടുത്ത് എത്രയോ ഫീച്ചറുകളാണ് അതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത്. ഒരു കൊടയതാ ചരിച്ചു വെച്ചിരിക്കുകയാണ്, അതിന്റെ പിന്നിലിരുന്നു കൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് മറയില്ല, അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ചെയ്തികളാണ്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരികളാണ് 10ാം ക്ലാസ്സിലും +1 ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ, ഉമ്മാന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണ്, ദീനിയായ ജീവിതം നയിക്കുന്ന പൊന്നുമോളാണ്. ലഹരിക്കടിമപ്പെട്ട യുവത്വത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരികൾ മാറിയില്ലേ? മാരകമാകുന്ന MDMA, LSD അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുടെ കൈകൾ നിന്ന് വാങ്ങിക്കഴിച്ച് അവരുടെ കൈവശത്ത് നിന്ന് ലഹരി കിട്ടാൻ വേണ്ടി അവരുടെ പിന്നാമ്പുറങ്ങൾ നടന്ന് അവസാനം അവരുമായി പ്രണയത്തിലായി, അവരുമായി പ്രേമത്തിലായി, അവർ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുക എന്ന തലത്തിലേക്ക് ഈ തലമുറ മാറിയില്ലേ? എത്രയെത്ര പെൺകുട്ടികളാണ് ഗർഭിണികളായത്, എത്രയെത്ര പെൺകുട്ടികളാണ് അബോർഷനാക്കിയത്. വാപ്പയറിയാതെ ഉമ്മയറിയാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ? പാവപ്പെട്ട പെൺകുട്ടികളെ ഈ രീതിയിൽ പീഡിപ്പിച്ച് നശിപ്പിച്ചതായ എത്രയോ ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാർക്ക് ലഹരി കൊടുത്തുകൊണ്ടവരെ നശിപ്പിച്ചു കളഞ്ഞതായ യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ മഹ്ശറിലേക്ക് ചെല്ലുമ്പോ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുകയാണ്. കത്തിയാളെ നരകത്തെ അല്ലാഹു മുന്നിലേക്ക് കൊണ്ടുവരുകയാണ്. 70,000 മലക്കുകൾ മുഖേന കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ദർബാറിൽ അല്ലാഹുവിന്റെ തിരുഹദ്റത്തിലേക്ക് കൊണ്ടുവരുകയാണ്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ ലാ യതകല്ലമൂൻ. അല്ലാഹുവിന്റെ ദർബാറിൽ കോടാനുകോടി മലക്കുകൾ മുഴുവനും സഫായിട്ട് മഹ്ശറിൽ പടച്ച റബ്ബിന്റെ വിചാരണ കാത്തുകൊണ്ട് എല്ലാവരും വിറങ്ങലിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ ദുനിയാവിലെ കടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയ മനുഷ്യനില്ലേ, കള്ളുകുടിച്ചുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരതമലമയർത്തിയിട്ടുള്ള ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്നമൻ വദഅ യദഹു അലംറഅ ലാ തഹില്ലു ലഹു ബിശഹ്വാ.
അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ, അന്യ പുരുഷന്റേതാകുന്ന ശരീരഭാഷയിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ള പെങ്ങളെ ഭർത്താവ് അറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് വേണ്ടി കിടക്ക വിരിച്ചു കൊടുത്തതായ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്, ജാഅ യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് അവൻ കടന്നു വരുകയാണ്. വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി, വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് പിടിച്ചമർത്തിയ കൈകളല്ലേ ബസ്സിൽ ട്രെയിനിൽ എന്ന് വേണ്ട ഏതെല്ലാം സ്ഥലങ്ങൾ നീ രതിക്കിടയിലേക്ക് നിന്റെ കൈകളെ കൊണ്ടുപോയോ, ഈ രണ്ട് കൈകളും ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ്. അനങ്ങാ പറ്റില്ല ചെറുപ്പക്കാരാ, അനങ്ങാ പറ്റില്ല പെങ്ങളെ. ഇത് റബ്ബിന്റെ കോടതിയാണ്, തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ്. യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സമ്പത്തിന്റെ പളവളപ്പ് പടച്ച റബ്ബിന്റെ മുന്നിൽ പറയാൻ പറ്റില്ല. ഞാൻ കോടിക്കണക്ക് രൂപ മെത്ത കച്ചവടം നടത്തിയവനാണ്, ഞാൻ വലിയതാകുന്ന സൗഭാഗ്യമുള്ളവനാണ്, അമ്പരചുംബികളായ മണിമേടകൾ വെച്ചവനാണ്, ഞാൻ മാളിക സൗധങ്ങൾ പണിതുയർത്തിയവനാണ്, എനിക്ക് പോരുവഴി അങ്ങാടിയിൽ എനിക്ക് കടമുറികളുണ്ട്, ഞാൻ കരുതാകപ്പള്ളി അറിയപ്പെട്ടതാകുന്ന ധനികനാണ്, വലിയ സമ്പന്നനാണ്. എത്ര വലിയ സമ്പന്നതയുടെ ഉത്തുംഗതയിലേക്ക് കടന്നു വന്നവനായിരുന്നാലും, 10 മക്കളെ പ്രസവിച്ചിട്ടതാകുന്ന ഉമ്മയായിരുന്നാലും, യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ഒരു സമ്പത്തും ഒരു സന്താനവും പ്രയോജനം ചെയ്യാത്ത ദിനമാണ്. മഹ്ശറാ.